ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെയ് 11th ആൻഡ് 12th ഒലിവ് ബോർഡ് കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ 25 മാത്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. സോ എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. A motorboat can travel a m+3 kilometer in downstream in 6 hours. അതായത് ഡൗൺസ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് m+3 കിലോമീറ്റർ ആണല്ലോ. സോ m+3/6 ആയിരിക്കും. അതുപോലെ തന്നെ ട്രാവൽഡ് സെയിം ഡിസ്റ്റൻസ് ഇൻ അപ്സ്ട്രീം ഇൻ 9 hours. സോ അപ്സ്ട്രീം എന്ന് പറയുന്നത് അതേ ഡിസ്റ്റൻസ് ആണ്. സോ m+3/9 hours. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് ദ സ്പീഡ് ഓഫ് മോട്ടോർ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. സോ നമുക്കറിയാം ഡൗൺ സ്ട്രീം പ്ലസ് അപ്സ്ട്രീം എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൈ 2 എന്ന് പറയുന്ന 12.5 is equal to 25 നമുക്ക് എഴുതാൻ പറ്റും. സോ ഡൗൺ സ്ട്രീം പ്ലസ് അപ്സ്ട്രീം, നമുക്ക് ഡൗൺ സ്ട്രീമും അറിയാം അപ്സ്ട്രീമും അറിയാം. സോ m+3 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ്. സോ അത് ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ആക്കുവാണ്, ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കുവാണ്. അപ്പോൾ സോ 6ഉം 9ഉം എടുത്ത 18 ആണല്ലോ. സോ മേളിൽ ഞാൻ 3 m+3/18 പ്ലസ് 2 m+3/18 is equal to 25. അതായത് 3m plus 2m 5m plus 9 plus 6 15 is equal to 18 multiplied with the 25. So 18 multiplied with 25 എന്ന് പറയുമ്പോൾ 100/4, 100/50/2, 9, 50/2 50/2 into 18, 9, 450 വരും. That implies 5m is equal to 450 minus 15, 435. m is equal to 5 8s are 40, 87. So ഇതിന്റെ വാല്യൂ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. If a plus b is equal to 36 minus c. സോ നമുക്ക് അതിൽ നിന്ന് a plus b plus c എന്ന് പറയുന്നത് 36 എന്ന് എടുക്കാം. അതുപോലെ തന്നെ എ ബി പ്ലസ് എ സി പ്ലസ് ബി സി എന്ന് പറയുന്നത് 428. സോ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 മൾട്ടിപ്ലൈഡ് വിത്ത് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ആണ്. സോ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ പ്ലസ് ബി അതായത് 36ന്റെ സ്ക്വയർ is equal to a square plus b square plus c square ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2 multiplied with 428. So 36ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36ന്റെ സ്ക്വയർ 36 3 18 3 1296 ആണ്. So 1296 minus 428 into 2 8 2 16 5 8 is equal to a square plus b square plus c square ആണ്. That is 0 5 4s are 9 8 4. So 440 is equal to a square plus b square plus c square. So option B ആയിരിക്കും correct answer. DA question ആണ്. തന്നിരിക്കുന്ന ഗ്രാഫ് shows the monthly expenditure of 5 different persons. So question is expenditure of persons P and T are 80% and 60% of their income. Then income of T is what percent more than income of T? അതായത് പിയുടെ എക്സ്പെൻഡിച്ചർ ഓഫ് പി എന്ന് പറയുന്നത് 80% ഓഫ് അവരുടെ ഇൻകം ആണ്. അതായത് ഇൻകം ഓഫ് പി ആണ്. സോ അവരുടെ ഇൻകം ഓഫ് പി എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ്പെൻഡിച്ചർ ഓഫ് പി നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും 24,000 ആണ്. സോ 24,000 100/80 വരും. That is equal to 3,000 വരും. That is income of P എന്ന് പറയുന്നത് 30,000 rupees. സോ അതുപോലെ തന്നെ നമ്മൾ എക്സ്പെൻഡിച്ചർ ഓഫ് ടി എന്ന് പറയുന്നത് 60% ഓഫ് ഇൻകം ഓഫ് ടി ആണ്. Therefore ഇൻകം ഓഫ് ടി എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓഫ് ടി എന്ന് പറയുന്നത് 24 25 26 27. So 27,000 multiplied with 100/60. 39,025 വരും. അതായത് 45,000 ആയിരിക്കും ഇൻകം ഓഫ് ടി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻകം ഓഫ് ടി എന്ന് പറയുന്നത് വാട്ട് പേഴ്സൺ മോർ ദാൻ ഇൻകം ഓഫ് പി ആണ്. അതായത് എത്ര കൂടുതലാണ്? 15,000/30,000 into 100 എത്രയായിരിക്കും? 50% കൂടുതലായിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. Simplification problem ആണ്. What should come in place of the question mark? A cube root of 1331 11. So 11 multiplied with the 6. 6ന്റെ cube ആണ് 216 plus root of 6 into 24 divided by 25 is equal to 66 plus മേളിൽ എന്ത് വരും? 6 into 4 അപ്പോൾ 6 into 2 വരും by 5 വരും.
66 പ്ലസ് 12/5 വരും. അതല്ലെങ്കിൽ 66 പ്ലസ് 2.4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 68.4 വരും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. സിംപ്ലിഫൈ ടാൻ എ ബൈ കൊസീക്ക് സിക്ക്. സോ ടാൻ എന്ന് പറയുന്നത് സൈന് ബൈ കോസ്. 1 ബൈ കൊസീക്ക് എന്ന് പറയുന്നത് സൈന്, 1 ബൈ സീക്ക് എന്ന് പറയുന്നത് കോസ്. സോ രണ്ട് ക്യാൻസൽ ആയി ബാക്കി എന്ത് വരും? സൈൻ സ്ക്വയർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. Which of the following is the second largest among others? So first 0.0031 ഉണ്ട്. നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 0.0169, അതായത് 1.3 ആയിരിക്കും. 1.3യുടെ സ്ക്വയർ ആയിരിക്കും സ്ക്വയർ 1.3 അല്ല, 0.13. 4 പ്ലേസസ് അല്ലേ ഉള്ളൂ. സോ 4 പ്ലേസസ് മാറണം. സോ 0.13 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.0169. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 1, 2, 3 0.03 ആയിരിക്കും. നെക്സ്റ്റ് 0.0016. ഓക്കെ, സോ ഇതിനകത്ത് ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0.1 ആയിരിക്കും. സെക്കൻഡ് ലാർജസ്റ്റ് 0.003 ഉണ്ട്, 0.001 ഉണ്ട്, 0.03 ആയിരിക്കും. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. 5 years ago, average age of family which includes father, mother, son. 5 years എന്ന് പറയുമ്പോൾ 15 വരും, 3 പേരുടെയും കൂടെ. 35 ആവറേജ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ 35 × 3 105 വരും. അതായത് ഫാദർ പ്ലസ് മദർ പ്ലസ് സൺ എന്ന് പറയുന്നത് 115 120 വരും. ഓക്കെ, നെക്സ്റ്റ് 3 years ago, ആവറേജ് ഏജ് ഫാദർ ആൻഡ് മദർ എഫ് മൈനസ് 2 പേരുടെ വരുമ്പോൾ -6 ഈക്വൽ ടു 92 വരും. അതിൽ നിന്ന് എഫ് പ്ലസ് എം എന്ന് പറയുന്നത് ഫാദർ പ്ലസ് മദർ അവരുടെ ഏജ് എന്ന് സം എന്ന് പറയുന്നത് 98 വരും. സൺ ഈസ് ഈക്വൽ ടു 120 മൈനസ് 98 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 222 ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. If the 7-digit number x786y48 divisible by 72 എന്ന് പറഞ്ഞാൽ 9 × 8. സോ 9ന്റെ മൾട്ടിപ്ലോ ആയിരിക്കണം, 8ന്റെ മൾട്ടിപ്ലോ ആയിരിക്കണം. സോ നമുക്ക് നോക്കാം. 9ഉം 8ഉം വരുമ്പം സം എന്ന് പറയുന്നത് 15 21 25 33 വരും. 33 വരുമ്പോൾ x പ്ലസ് വൈ അടുത്തത് 3, x പ്ലസ് വൈ 3 ആവുകയാണെങ്കിൽ 36 ആവും. 36 9ന്റെ മൾട്ടിപ്ലോ. ഇനി അതല്ലെങ്കിൽ വൈയുടെ വാല്യൂസ് എന്തൊക്കെ വരാം എന്ന് നമുക്ക് നോക്കാം. വൈയുടെ വാല്യൂ y ഈസ് ഈക്വൽ ടു y 0 കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്, y 0 കൊടുക്കാം. അതുപോലെ തന്നെ 2 കൊടുത്താലോ, 2 കൊടുത്താലും കറക്റ്റ് ആണ്. 2 3 വരില്ല. 4 6 5 ഓക്കെ 4 വരാം. 2 4 വരും. പിന്നെ നെക്സ്റ്റ് 6 വരാം, 6 വരും. 7 വരുമോ? 92 ഇല്ല, 8 വരും. സോ ഇത്രയും വാല്യൂസ് വരാം. സോ നമ്മളോട് ചോദിച്ചു ദ ഫോളോയിങ് വാല്യൂ ഇസ് നോട്ട് പോസിബിൾ ഫോർ 3xy. അതായത് y 0 ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആവാനുള്ള ടെൻഡൻസി കറക്റ്റ് ആണ് അല്ലേ? 0 ആകാം ഫുള്ള്, നോ പ്രോബ്ലം. xy എന്ന് പറയും. നെക്സ്റ്റ് y 2 ആവുകയാണെങ്കിൽ 1 ആവും, y 2 ആവാം, കുഴപ്പമില്ലല്ലോ. സോ y 2 ആവുക 3 × 2 എന്ന് പറയുന്നത് 6. അപ്പോൾ ഇതും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 3xy. ഇനിയിപ്പോൾ x 4 ആണെന്ന് വിചാരിക്കുക. സോ 12 × y ആയല്ലോ. സോ 12ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും പിന്നെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. സോ എത്ര വരാം? 12 × 8 96. അപ്പോൾ ആ വാല്യൂവും കറക്റ്റാണ്. പിന്നെ 6 × 8 42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാല്യൂസ് ഒന്നും വരത്തില്ല. സോ എന്താണ്? ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ 3xy എന്ന് പറയുന്നത് 42 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. So next question, compound interest received on 8,000 at some rate of interest compounded annually for 2 years is 2125. സോ അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 8,000 റുപ്പീസ് ആണ്. എമൗണ്ട് എന്ന് പറയുന്നത് 2125 റുപ്പീസ് ആണ്. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 1600 വരും. ഇവിടെ ആണെങ്കിൽ 5 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2025 വരും. എഗെയിൻ ഒരു 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1600 ഡിവൈഡഡ് ബൈ 5. 1600 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 5 3s are 15 വരും, 320 വരും. ഇവിടെ ആണെങ്കിലോ 5 4s are 20. സോ ഡിവൈഡ് ബൈ എന്ന് പറയുമ്പോൾ 5 4s are 475. എഗെയിൻ 5 വരുമ്പോൾ 6 320 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 65 6 are 30 64 വരും. ഇവിടെ ആണെങ്കിൽ 581 വരും. സോ ഇതെന്താണ്? ഇത് 8 സ്ക്വയർ ആണ്, ഇതെന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ. സോ എത്രയായിരിക്കും അവരുടെ ആ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ ആണ്, 9 സ്ക്വയർ ആണ്. സോ അത് നമ്മൾ സ്ക്വയർ റൂട്ട് 2 വർഷത്തേക്കാണെന്ന് പറഞ്ഞു. സോ ഏതാണ് 8 ഉം 9? സോ 1/8 × 100 ആയിരിക്കും.
അതായത് 12.5% ആയിരിക്കും. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 8,000ന്റെ ഒരു സാധാരണ പോലെ നമ്മൾ ട്രീ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇപ്പം 8,000 പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മളൊരു 10% ഓപ്ഷനിലുണ്ട്. സോ 10% 1/10 എടുത്തു, 1/10 എടുത്തു. സോ ഇവിടെ 800 വന്നു, നെക്സ്റ്റും 800 വന്നു. ഇതിന്റെ 1/10 എന്ന് പറയുമ്പോൾ 80 എഴുതും. സോ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1680. അപ്പം അതിനേക്കാളും കൂടിയ വാല്യൂ ആണ് അല്ലേ, 10നേക്കാളും കൂടിയ. അപ്പോൾ 7.5 നമുക്ക് കട്ടാക്കി കളയാം. സോ ഇനി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ മാക്സിമം 50% നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 8,000 50% എന്ന് പറയുമ്പോൾ 3/20 വരും. അതായത് 1,200 വരും, 1,200 വരും. ഇവിടെയാണ് 3/20 എന്ന് പറയുന്നത് 60 വരും, 180, 2,400 പ്ലസ് 180. അത് വലിയ വാല്യൂ ആണ്. സോ അപ്പം 15%ഉം അല്ല 10%നും ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂ. സോ ഏതാണ് 12.5. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അതല്ലെന്ന് ഡയറക്റ്റ്ലി നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. Find the total surface area of a hemisphere if the lateral surface area of the hemisphere is 196 square centimeter. Lateral surface area of a hemisphere എന്ന് പറയുന്നത് 2πr² ആണ്. തെറ്റരുത്. 3πr² എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അതായത് നമ്മൾ ഒരു ഹെമിസ്ഫിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം മാത്രമാണ് 2πr². മേളത്തെ ഭാഗം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു πr² ഉണ്ടല്ലോ, അതൊരു സർക്കിൾ ആയിരിക്കുമല്ലോ, അതുകൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് ലഭിക്കുന്നത്. അത് 3πr². സോ ഇത് ലാറ്ററൽ സർഫസ് ഏരിയ 2πr² നമുക്ക് 196 തന്നിട്ടുണ്ട്. അതായത് 2 × 22/7 മൾട്ടിപ്ലൈഡ് വിത്ത് r² എന്ന് പറഞ്ഞാൽ 196 തന്നിട്ടുണ്ട്. സോ ഇത് 2 9 2s are 18 9 2s are 18 8 വരും. സോ 211 249. r² is equal to 7 × 49/11 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ സർഫസ് ഏരിയ, അതായത് 3πr². സോ 3 മൾട്ടിപ്ലൈഡ് വിത്ത് 22/7 r² ഡയറക്റ്റ്ലി നമുക്ക് 7 × 49/11 എടുക്കാൻ പറ്റും. വേറെ നമ്മൾ അതിനകത്ത് വേറെ സിംപ്ലിഫിക്കേഷൻ നടത്തണം. ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ക്യാൻസൽ ആയി പോകും. 7 ക്യാൻസൽ ആയി, 2 ക്യാൻസൽ ആയി. അതായത് 6 × 49 വരും. സോ അതായത് 4 9 6 9 54 5 വരും, 294 സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. Find the gain percent when the shopkeeper uses weight which are 24 less than the marked weight. Marked weightനേക്കാൾ 25% കുറവാണ്. And when he sells at a profit to 15%, അതായത് സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 25% ലെസ് ദാൻ മാർക്ക്, അതായത് 1/4. അപ്പോൾ 4 എന്ന് പറഞ്ഞ് വിൽക്കുന്നത് എത്രയാണ്? 3 ആണ് വിൽക്കുന്നത്. സെൽസ് അറ്റ് എ പ്രോഫിറ്റ് 15%, അതായത് 3/20. അപ്പം 23/20%. സോ ഇത് 4/5 വരും. സോ ഈക്വൽ ടു 23/15 വരും. സോ ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 8/15 മൾട്ടിപ്ലൈഡ് വിത്ത് 100 53520. ദാറ്റ് ഈസ് ഈക്വൽ ടു 520. ദാറ്റ് ഈസ് ഈക്വൽ ടു 160/3%. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. The ratio of numerator and denominator of a rational number 3:5 ആണ്. 6 added to numerator, 10 subtracted from denominator, ratio become 3:4. Find the numerator of the rational number. എല്ലാം 3 വെച്ച് നമ്മൾ നോക്കിയാൽ 3യുടെ മൾട്ടിപ്പിൾ ആണ്. 4 എണ്ണം 3യുടെ മൾട്ടിപ്പിൾ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് എടുക്കാമായിരുന്നു. സോ ഇതിൽ 3x + 6 അതുപോലെ തന്നെ 5x - 10 എന്ന് പറയുന്നത് 3/4. That is 12x + 24 is equal to 15x - 30. 3x is equal to 54. x കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റാഷണൽ നമ്പർ ന്യൂമറേറ്റർ ആണ്. അത് 3x ആണ്. സോ എന്തായാലും ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. 2 solid spheres of diameter 8 cm are melted to form a small sphere of radius 1 cm. So 2 into ഒരു സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 2/3πr³. ഇവിടെ r 4³ ആണ്, 8 എന്ന് പറഞ്ഞ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. സോ ഇത് n into 2/3π, അവിടെ r എന്ന് പറയുന്നത് 1 ആണ്. സോ എഴുതിയില്ലേലും പ്രോബ്ലം ഇല്ല. സോ ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ എത്രയായി? n is equal to 2 into 4³ 64. That is equal to 128. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ട്രയാങ്കിൾ PQR അതിൽ PO എന്ന് പറയുന്നത് ഇന്റേണൽ ബൈസെക്ടർ, ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ P മീറ്റിംഗ് QR അറ്റ് പോയിന്റ് O. ORന്റെ ലെങ്ത് നമുക്ക് 16.8 തന്നിട്ടുണ്ട്. QR ഫുള്ള് 24 ആണ്. സോ QO എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24 - 16.8, അതായത് 8 7 6
24 minus 6, 3, 8, 8 വരില്ല 7.2 വരും 7.2. ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് പി ക്യു ആൻഡ് പി ആർ. സോ പി ക്യു ബൈ പി ആർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ക്യു ഒ ബൈ ഒ ആർ. ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യു ഒ 72 by 168 is equal to 24 into 3, 24 into 7. That is equal to 3:7. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. DA question ആണ്. Study the data carefully and answer the question. Pie chart shows the percentage distribution of people who work in 5 different government sectors. Total number 4,800. Question: what is the average number of people who work in finance, transport and banking? So finance എന്ന് പറയുന്നത് 15%, transport 20%, banking ആണെങ്കിൽ 25%. So 15, 35, 35, 20, 55, 60%. So 60% of 4,800 is equal to 60 into 48. But ചോദിച്ചിരിക്കുന്നത് ആവറേജ് ആണ്. സോ ഡിവൈഡ് ബൈ 2 ആണ്. is equal to 20. That is equal to 960. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. The cycle track in a sports complex and 2,700 meters in circumference. Shreya and Rohan start cycling from the same point but in opposite direction respectively. After how many minutes will they meet for the first time? So നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. സോ ഇവിടെ സ്പീഡ് എന്ന് പറയുന്ന റിലേറ്റീവ് സ്പീഡ് എത്രയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അഡീഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് 27 കിലോമീറ്റർ പെർ അവർ. ഇനി ഓപ്ഷൻ ശ്രദ്ധിച്ചു വേണം. തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് 2,700 മീറ്റർ ആണ്. ഓപ്ഷൻസ് മിനിറ്റിലാണ്. സോ നമുക്ക് ഇവയെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതായത് 27 into 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് മിനിറ്റിലാണ്. സോ മീറ്റർ പെർ സെക്കൻഡ് ചെയ്തിട്ട് പിന്നെ മേലോട്ട് കൺവേർട്ട് ചെയ്താലും പ്രോബ്ലം ഇല്ല. സോ നമുക്ക് ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് 2,700 മീറ്റർ ആണ്. സോ ഇത് 27, അത് 9 വരുമ്പം ഡിവൈഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5, ഓക്കെ 5, 5 25, 3 വരുമ്പം 180 വരും. അതായത് 360 സെക്കൻഡ്സ് ആണ് വരുന്നത്. ഇസ് ഈക്വൽ ടു 6 minutes. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ 63% ഓഫ് സെല്ലിംഗ് പ്രൈസ്. സോ കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 60 കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് അപ്പോൾ 63/100 ആണ്. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് 37/63 into 100. അതായത് 3,700/63 is equal to 3,700 divided by 63. 37 വരില്ല. 370ൽ 6 എടുത്തു കഴിഞ്ഞാൽ 370 വരും. അപ്പോൾ 5 ആയിരിക്കും. 5 3s are 15, 3 1 വരും. 5 2 5 0 വരും. 9 10 എടുത്ത 630. അപ്പോൾ 9 വരുവാണെങ്കിലോ 6 9 ഇല്ല, 9 വരില്ല. അപ്പോൾ 8 എടുക്കാം. ഇപ്പോൾ 2 വരും. 5 6 48 50 വരും. സോ ഇത് 46 വരും. എഗെയിൻ പോയിന്റ് വരും 46, ഒരു 0 കൂടെ ഉണ്ട്. സോ ഇത് 8 വരുമ്പോൾ 9 വരുമ്പം 9 നമ്മൾ പറഞ്ഞു ഓൾറെഡി 8504 ആണ്. അപ്പോൾ അത് വരില്ല. തൊട്ട് പുറകെ 63 into 7 244. ഓക്കെ 7 വരും. 244 വരും. സോ 19 വരും. സോ ആൻസർ 58.7% ആയിരിക്കും. 58 തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഒരു ഓപ്ഷൻ മാത്രമേ 58 വരുന്നതുള്ളൂ. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആണ്. ഒരു സർക്കിൾ വിത്ത് സെന്റർ O, 2 chords X and Y meet at a point X, Y and PQ meet at a point Z. അതിൽ XY നമുക്ക് എത്ര തന്നിട്ടുണ്ട്? XY 16 സെന്റിമീറ്റർ ആണ്. അതുപോലെ YZ 12 സെന്റിമീറ്റർ ആണ്. PQ 5 സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട QZ ആണ്. So XY multiplied with YZ 12 multiplied with 28 is equal to X multiplied with 5 plus X. That is X into 5 plus X എന്ന് പറയുന്നത് 8 2s are 16, 16 1 വരും. 9 വരും. 9 10 4 4 13 336 വരും. സോ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്ട്ലി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കാം. ഇപ്പോൾ 12 ആണ് എടുക്കുന്നതെങ്കിൽ 12 into 17 വരും. 12 into 7 വരുന്ന യൂണിറ്റ് ഡിജിറ്റ് 14 ആണ്. അതല്ല 14 into 19, അതൊരു പോസിബിലിറ്റി. 15 into 5 അത് വരത്തില്ല. 14 16 ആണ് പിന്നെ വരാനുള്ളത്. ഇപ്പം 14 എടുക്കുകയാണെങ്കിൽ 14 into 5 വരുമ്പോൾ 19 ആണ്. സോ ഇത് എത്ര വരും? 4 9s are 36, 6 3
വരത്തില്ല. സോ 16 അത് വരത്തില്ല. സോ പിന്നെ ഏതായിരിക്കും ചാൻസ് വരുന്നത്? 16 × 16 × 20 is equal to 6 വരും, 12 13 വരും, 3 36 വരും. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. അതല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. What percent is the percentage of number of vowels in word less than percentage of consonants? അതായത് A, Q, U, A, P, H, O, B, E, S. സോ ഇതിൽ എത്ര vowels ഉണ്ടെന്ന് നോക്കുക. vowels 1 2 3 4 5. ഓക്കെ, എത്ര കൺസോണൻസ് ആണെന്ന് നോക്കുക. 1 2 3 4 5. അതും 5 തന്നെയാണ്. സോ അവരുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0% ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. LCM HCF of two numbers 120 and 20. Sum of two numbers 100. Find the sum of reciprocals of two numbers. LCM HCF. അതായത് നമ്പേഴ്സ് എന്ന് പറയുന്നത് 20x ആവാം, 20y ആവാം. ഇതിന്റെ സം എന്ന് പറയുന്നത് 100 ആണ്. അതായത് x + y എന്ന് പറയുന്നത് 5 ആയിട്ട് നമുക്ക് കിട്ടും. ഒന്ന് കിട്ടും. നെക്സ്റ്റ് 20x 20y. അവരുടെ LCM എന്ന് പറയുന്നത് 20xy ആണ്. അതെന്ന് പറയുന്നത് 120 ആണ്. സോ xy എന്ന് പറയുന്നത് എത്ര കിട്ടും? 6 കിട്ടും. സോ ഏതായിരിക്കും? x = 3, y = 2, അല്ലെങ്കിൽ x = 2, y = 3. സോ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 20x ആണ്, 60. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 40 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് 1/60 + 1/40 is equal to 100/60 multiplied with 40 is equal to 1/24. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഈ ഫസ്റ്റ് നമ്പർ നമ്മൾ എക്സിന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് നമ്പർ 40 വരും, സെക്കൻഡ് നമ്പർ 60 വരും. അത്ര വ്യത്യാസം വരുത്തും. ആൻസർ സെയിം ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. X can complete a work in 60 days. Y alone can complete a work in 8 days. സോ നമുക്ക് അതിന് 68 എടുത്താൽ 240 ടോട്ടൽ വർക്ക് എന്ന് എടുക്കാം. 4 ആയിരിക്കും എഫിഷ്യൻസി ഓഫ് എക്സ്, 3 ആയിരിക്കും എഫിഷ്യൻസി ഓഫ് വൈ. സോ എക്സും വൈയും വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ബട്ട് വൈ ലീവ്സ് ദ വർക്ക് 18 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് വർക്ക്. സോ 18 ഡേയ്സിലും വൈ 18 ഡേയ്സിന് മുന്നേ തന്നെ എന്ത് ചെയ്തു? വൈ ജോലി നിർത്തി. രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു, വൈ 18 ഡേയ്സിന് മുന്നേ തന്നെ ജോലി നിർത്തിയ. സോ ആ 18 ഡേയ്സിൽ എക്സ് മാത്രമാണ് വർക്ക് ചെയ്തത് അല്ലേ? 4 8 32, 3 72. അപ്പൊ ഇത്രയും വർക്ക് ആരാണ് വർക്ക് ചെയ്തത്? എക്സ് തന്നെയാണ് വർക്ക് ചെയ്തത്. സോ ബാലൻസ് 240 - 72 എന്ന് പറയുന്നത് 8 8 6 168. ഈ 168 വർക്ക് ആര് കംപ്ലീറ്റ് ചെയ്തു? രണ്ടുപേരും കൂടെയാണ് വർക്ക് ചെയ്തത്. 7 2 14, അപ്പൊ 24. ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് ആണ്. അതായത് ടോട്ടൽ ഡേയ്സ് എന്ന് പറയുമ്പം 24 72 സോറി എത്ര വർക്കുണ്ട്? 18 ഉണ്ട്. സോ 18 ഉണ്ട്. അതല്ല രണ്ടുപേരുടെ വർക്ക് ചെയ്ത് 24 ഉണ്ട്. സോ ഇത് എത്ര വരും? 42 ഡേയ്സ്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. Hamid got a new table for 18% discount. Had Hamid got no discount, Hamid would have to pay rupees 126 more. Then how much did Hamid pay for the table? അതായത് ഇപ്പോൾ മാർക്ക് പ്രൈസ് ഒരു 100 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് 18%, 82 റുപ്പീസ് ആണ് കൊടുക്കേണ്ടി വന്നത് അല്ലെ? ഇനി അമിതിനൊരു ഡിസ്കൗണ്ട് കൊടുത്തില്ലെങ്കിൽ അമിത് 100 റുപ്പീസ് തന്നെ ആയിരിക്കും കൊടുക്കേണ്ടി വരിക, ആണല്ലോ. അതായത് 18% ഡിസ്കൗണ്ട് സംഭവിച്ചപ്പോൾ 82 രൂപ കൊടുക്കേണ്ടി വന്നുള്ളൂ അല്ലെ? പക്ഷേ ഡിസ്കൗണ്ട് ഒന്നും അമിതിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണോ മാർക്കറ്റ് പ്രൈസ് അതേ പ്രൈസ് തന്നെയായിരിക്കും അമിതിന് കൊടുക്കേണ്ടി വരിക. സോ ഇവരുടെ ഡിഫറൻസ് ആയി 80 എന്ന് പറയുന്നതായിരിക്കും 126 എന്ന് പറയുന്നത് അല്ലെ? 126 മോർ എന്ന് പറഞ്ഞാൽ 82 കൊടുക്കേണ്ട സാധനം 100 രൂപ കൊടുത്തു. അതായത് 18 എന്ന് പറയുന്നത് ഇവിടെ 18, 82 100 നമ്മൾ എടുക്കുമ്പോൾ 18 ആണ്. ബട്ട് ഇവിടെ പറയുന്നത് 126 മോർ എന്നാണ്. സോ 18 എന്ന് പറയുന്നത് 126 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 82 ആണ്. സോ ഇത് എത്ര വരും? 18 2 7 വരും അല്ലേ? 7 വരും. 1 = 7 വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അമിത് എത്രയാണ് പേ ചെയ്തത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 7 × 82 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 2 14 1 574 rupees. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഫൈൻഡ് ദ വാല്യൂ 665. ഓക്കെ, 6 sin 65. ഇതിനെ നമുക്ക് sec 25നെ നമുക്ക് 1/cos 25 എന്നെടുക്കാം അല്ലേ? cos 25 degree plus 7 tan 85/cot 85. സോ ഇത് ശ്രദ്ധിക്കുക, 65 25 സം എന്താണ്? 90 ആണ്. സോ sin x ഉം cos y ഈക്വൽ ആയിരിക്കും. സോ 6 + 1 13 ആണ്.
ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. അത് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ ഡയറക്ട്ലി വേണമെങ്കിൽ എടുക്കാം. അതായത് സൈൻ 65 സീക് 25 എന്ന് പറയുന്ന കോസ് 1 ബൈ കോസ് 25 1 ബൈ കോസ് 25 ആണ്. 1 ബൈ കോസ് അല്ലേ സീക്ക് എന്ന് പറയുന്നത്. സോ രണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്ത് 19 കിട്ടിക്കഴിഞ്ഞാൽ സൈൻ എക്സും കോസ് വൈ ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 6 + 7 13 ആണ്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ആർ ഈസ് എ റൈറ്റ് ആംഗിൾ. സോ ആർ റൈറ്റ് ആംഗിൾ ആണ്. പി ക്യു എസ് ഈസ് എ പോയിന്റ് ഓൺ ക്യു ആർ സച്ച് ദാറ്റ് ആംഗിൾ പി എസ് ആർ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈസ് ടു പി ക്യു ആർ. അപ്പൊ ഇത് 3x ഇത് 2x എന്ന് എടുത്തു. ആംഗിൾ ക്യു പി ആർ എന്ന് പറയുന്നത് ഈ ആംഗിൾ 35 ആണ്, 35 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. സോ ആംഗിൾ ക്യു എന്ന് പറയുന്നത് 2x ആണ്. അതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ 55/2 ആയിരിക്കും ആണല്ലോ. സോ ആംഗിൾ പി എസ് ആർ, ഫോർ ആംഗിൾ പി എസ് ആർ എന്ന് പറയുന്നത് 3x ആണ്. ഇസ് ഈക്വൽ ടു 3 × 55/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 165/2, 82.5 ഡിഗ്രി. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഈ 4 cot x plus cosec x by 4 cot x minus cosec x equal to 7/4, then find the value of sec raised to 4x minus tan raised to 4x. സോ ഇതിനെ നമുക്ക് കോമണന്റോ ഡിവിഡന്റോ വെച്ച് ചെയ്യാം, അല്ലെ ഡയറക്ട്ലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തും ആൻസർ കണ്ടുപിടിക്കാം. അതല്ലേ കോമണന്റോ ഡിവിഡന്റോ അത് നമുക്കറിയാലോ, ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ബൈ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ എന്നുള്ള രീതിയിൽ എടുക്കാം. സോ അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 8 cot x ബൈ മൈനസ് ചെയ്യുമ്പം മൈനസ് അപ്പോൾ 2 cosec x ഈസ് ഈക്വൽ ടു 11/3 വരും. അതായത് 4 cos x ബൈ സൈൻ എക്സ് 1 ബൈ cosec sin x ആണ്. sin x ഈക്വൽ ടു 11/3 വരും. അതായത് 4 cos x എന്ന് പറയുന്നത് 11/3, cos x എന്ന് പറയുന്നത് 11/12 വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ട sec x ഉം അതുപോലെ tan x ഉം ആണ്. സോ നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 11, 12. സോ ഇവിടെ എത്ര 144 വരും. 144/121 3 വരും, 23 വരും. 23 കണ്ടുപിടിക്കേണ്ടത് sec raised to 4. ഇതിനെ നമുക്ക് sec square x the whole square minus tan square x the whole square എന്ന് എടുക്കാം. അതായത് a square minus b square ആയി. അതിൽ നമുക്ക് a square a plus b into a minus b എന്ന് എടുത്തു കഴിഞ്ഞാൽ sec square x plus tan square x വരും. sec square x minus tan square x അത് 1 ആണ്. സോ നമുക്ക് ഡയറക്ട്ലി sec square x plus tan square x കണ്ടുപിടിച്ചാൽ മതി. സോ sec എന്ന് പറയുന്നത് കോസിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. കോസ് ഇപ്പോൾ 144/121 പ്ലസ് 23/121 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സം ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 167/120. 167/121. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. a square minus b square നമുക്കറിയാം 1 plus tan square x equal to sec square x ആണ്. അപ്പോൾ sec square minus tan square x എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി 1 ആണ്. പിന്നെ ബാക്കിയുള്ള sec square plus tan square മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ഡയറക്ട്ലി ചെയ്യാം. raised to 4 എടുത്ത് ചെയ്യുന്നതിൽ എളുപ്പം കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു വീക്കിലെ ഒലി ബോർഡിന്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസും. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.